ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ആദിരാജലും വ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ കയറാൻ താല്പര്യമുള്ളവർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്നും പറയുന്ന കാര്യമാണ്, എങ്കിലും ന്യൂ സബ്സ്ക്രൈബേഴ്സിനോട് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, ആ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ഹായ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് ഡയറക്റ്റ്ലി കിട്ടുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതാണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല, ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. പേയ്മെൻറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അഡ്രസ്സ് വരെ അയച്ചു തരും ആൾക്കാർ. പേയ്മെൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഡൗട്ടാണ്, എന്ത് ചെയ്യും എങ്ങനെയാണെന്നൊക്കെ ഭയങ്കര ഡൗട്ടാണ്. അങ്ങനെ ഡൗട്ടുള്ളവർ ദയവായി മെസ്സേജ് അയക്കേണ്ട. ഓൺലൈൻ പേയ്മെൻറ്റ് ആണ് വരുന്നത്. ഓൾറെഡി നമ്മളത് ഇൻഫോം ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി നോട്ട് അവൈലബിൾ എന്ന് ഓൾറെഡി അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യുക, ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക, എന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പോളിസീസ് അനുസരിച്ചിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഒരു കാരണവശാലും പോളിസീസ് മാറ്റാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. അപ്പോൾ നമ്മളൊരു കാര്യം, ഞാനിപ്പോൾ ഇത്രയും കാര്യം പറയാനായിട്ടുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമുക്കൊരു ബൾക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ബൾക്ക് ഓർഡർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു 4 പീസസ്. ആ 4 പീസസ് അതും നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തു നിന്നാണ് വന്നത്. എൻ്റെ വീട് കട്ടപ്പനയിലാണ്, ഇടുക്കിയിലാണ്. അപ്പോൾ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്ന് വന്നൊരു ഓർഡറാണത്. അവർ ഓർഡർ ചെയ്തു, അഡ്രസ്സ് അയച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു, നമ്മൾ ഓർഡർ കൊടുത്തു. ഓർഡർ കൊടുത്തതിന് ശേഷം നമ്മളത് കൺഫേം ചെയ്തിട്ടാണ്, അവർ കൺഫേം ആണെന്നൊരു 10 തവണയെങ്ങാണ്ട് വോയിസ് മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു പേരിൽ കൺഫർമേഷൻ എടുത്തതിന് ശേഷം അഡ്രസ്സും പ്രിൻ്റ് അടിച്ചു, പാക്കിങ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് അവർ ഒന്നും പറഞ്ഞില്ല, ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, ഇതുവരെ ഒരു റിപ്ലൈയും ചെയ്തിട്ടില്ല. അവർ അവരുടെ വഴിക്ക് പോയി. എന്നാൽ വിളിച്ചിട്ട് വേണ്ടാന്നൊന്ന് പറഞ്ഞിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പാക്ക് അൺബോക്സ് ചെയ്ത് വേറെ ആൾക്ക് അയക്കുമല്ലോ. അത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ദയവായി മെസ്സേജ് അയക്കാതിരിക്കുക. ഫസ്റ്റായിട്ട് നമ്മൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൊറിയർ അയക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ സാഹചര്യം നമ്മൾ ഇന്ത്യ പോസ്റ്റൽ അല്ലെങ്കിൽ DTDC വഴിയാണ് അയക്കുന്നത്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി വെച്ച് കഴിഞ്ഞാൽ ആ കളക്ട് ചെയ്യുന്ന ആൾ അത് കളക്ട് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുക, അത് പോസിബിൾ അല്ല. അത് ആപ്ലിക്കേഷൻസ് വഴിയൊക്കെയാണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നത്. അതായത് നമുക്ക് ആപ്ലിക്കേഷൻസ് നിലവിലില്ല, നമുക്ക് വാട്സപ്പ് ബുക്കിംഗ് ആണ് കൂടുതലും ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഡക്റ്റ് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അയക്കാനായിട്ട് സാധിക്കുള്ളൂ. യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കമൻറ്റിന് റിപ്ലൈ ചെയ്യാം എന്നുള്ളതല്ലാതെ ഒന്നെങ്കിൽ DM ചെയ്യാനേ ഞാൻ പറയാറുള്ളൂ. മാക്സിമം നിങ്ങൾ DM ചെയ്യുക, ഡയറക്റ്റ് മെസ്സേജ് അയയ്ക്കുക. ഈ പറയുന്ന നമ്പറിലുള്ളൂ. ഓൾറെഡി ഒരു നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു കോൺടാക്റ്റിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ. സോ നിങ്ങൾ അങ്ങനെ ചെയ്യുക കേട്ടോ. ഇപ്പം ജനറലായിട്ടൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. വിഷുവിൻ്റെ, ഈസ്റ്ററിൻ്റെ ഒക്കെ സെയിലുകൾ ഇപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് നമുക്കിങ്ങനെ ബൾക്കായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറീസും വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്കുകളെല്ലാം ഔട്ടാവുന്ന ഒരു സീസണാണിത്. സമ്മർ സെയിലും അതുപോലെ തന്നെ ഈ വിഷു സെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് 625 ഫാസ്റ്റ് മൂവിങ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 625 കളക്ഷൻസ് പിന്നെയും റീസ്റ്റോക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും 625 കളക്ഷൻസൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൾക്കാണ് കേട്ടോ. ഇതെല്ലാം തന്നെ 625 ആണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.